ലിപ്സ്റ്റിക് ഒക്കെ ആണെങ്കിൽ കുറെ ഷെയ്ഡ്സ് ഉണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എന്റെ പഴയ വീഡിയോസ് ഒന്ന് പോയി വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും ഇത് ഐസ്ക്രീം അല്ല കേട്ടോ. അത് ഐസ്ക്രീം അല്ല, ഐസ്ക്രീമിന്റെ ബോട്ടിലാണ്. ഇപ്പം സ്വാഭാവികമായിട്ട് നിങ്ങളെല്ലാവരും ഈ ബോട്ടിൽ എന്താണ് ചെയ്യുന്നത്? കൂടുതലും ഇതിനെടുത്ത് വേസ്റ്റിലോ അല്ലെങ്കിൽ ഒന്നുകിൽ പാഴാക്കി കളയില്ല എന്നുണ്ടെങ്കിൽ ആക്രിക്കാർക്ക് കൊടുക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചെയ്യുന്നത്. അതിന് നമുക്ക് നല്ല ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങളാക്കി തീർക്കാൻ പറ്റും. എന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കുറെ ഐസ്ക്രീമിന്റെ ബോൾസ് ഇതുപോലെ ഉണ്ട്. ഐസ്ക്രീമിന്റെ ആയിരുന്നാലും നമ്മൾ ഈ ബിരിയാണിയൊക്കെ മേടിക്കത്തില്ലേ, അതിന്റെ ബോട്ടിൽസ്, അതായത് ടിന്നായിരുന്നാലും എല്ലാം വീട്ടില് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെ ഞാനൊന്ന് മേക്കപ്പ് ഓർഗനൈസർ ആക്കി മാറ്റാൻ നോക്കുകയാണ്. മേക്കപ്പ് ഓർഗനൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ഓർഗനൈസർ മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് ഓർഗനൈസർ ആയിട്ട് വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇതിനെടുത്തിരിക്കുന്ന 2 കമ്പിളി നൂലാണ്. അതായത് ഇങ്ങനത്തെ ത്രെഡ് നമുക്ക് സ്റ്റേഷനറി ഷോപ്പിലൊക്കെ കൂടുതലായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ഈ 2 കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഫസ്റ്റ് ഞാൻ 2 ചെറിയ ബോട്ടിലും നെക്സ്റ്റ് ഒരു വലിയൊരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോ ഇത് നമുക്ക് ഫസ്റ്റ് എങ്ങനെയാ ചെയ്യാൻ നോക്കാം. അപ്പോ ഞാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഒരു ത്രെഡ് എടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അല്ല, നമുക്ക് ഈ ഒരു ഷെയ്ഡ് എടുക്കാം. നമുക്ക് വലുതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഭാഗം എടുത്തിട്ട്, ഞാൻ ഈ ഭാഗം കവർ ചെയ്യുന്നില്ല, ഇതിന്റെ ഭാഗം, അതായത് ഈ ഭാഗം എല്ലാം സെയിം ആയിട്ട് തന്നെ ഇരിക്കുന്ന ഇതിന്റെ താഴെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊരു കെട്ടിടുക. ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുക. ഇല്ല ഗം ഉപയോഗിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗം ഉപയോഗിച്ചിട്ട് ചെയ്യാം. അത് ഓരോരുത്തരുടെ സൗകര്യപ്രദമാണ് കേട്ടോ. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചത് എൻ്റെ ഗം ഓൾറെഡി തീർന്നായിരുന്നു. അപ്പോൾ ഞാൻ നല്ല രീതിയിലൊരു കെട്ടിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ അങ്ങ് മേലോട്ടാക്കി കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ത്രെഡ് ഇവിടെ ഇതുപോലെ വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ഒന്നിങ്ങനെ ഗമ്മൂടെ ഒട്ടിക്കാന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക്. പക്ഷെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇതിങ്ങനെ ത്രെഡ് നീങ്ങി പോകേണ്ട ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ ഇത് നന്നായിട്ട് ഞാൻ ചുറ്റുന്നുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കവറപ്പ് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ഏകദേശം ഇതുവരെ എത്തി. ഇച്ചിരി കൂടെ സ്പീഡ് കൂട്ടാം. പിന്നെ നമ്മൾ സ്പീഡ് കൂട്ടുമ്പോഴത്തേക്ക് ഇത് അതായത് നന്നായിട്ട് ചേർന്ന് നൂല് വരത്തില്ല, വിടവ് വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ടൈം എടുത്ത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും ഇതുപോലെ വീട്ടിലുള്ള വേണ്ടാത്ത ഡെറ്റികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്കിലൊക്കെ ചെയ്യാം കേട്ടോ. ഓരോരുത്തരുടെ ഐഡിയ പ്രകാരം ചെയ്യും. ഇതിപ്പോ എനിക്ക് ഇന്ന് തോന്നിയൊരു ഐഡിയ ആണ്. ഞാൻ ഇതുവരെ ഈ ത്രെഡ് ചുറ്റിയായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് കളർ ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാൽവശം, അതായത് ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ത്രെഡ് എടുത്തു. അത് ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ജോയിൻ ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് അതങ്ങ് ഇരുന്നോളും. ഗമ്മൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പോലും അതങ്ങ് ടൈറ്റ് ആയിട്ട് ഇരിക്കും. കണ്ടോ, ഈ 2 ത്രെഡ് കണ്ടോ കണക്റ്റ് ആയിരിക്കുന്നത്. നമുക്കിതും പെട്ടെന്ന് ചുറ്റിയിട്ട് വരാം. എനിക്കിതിന്റെ ഫൈനൽ ഔട്ട്ലുക്ക് കാണാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇനി നമുക്ക് 2 ചെയ്യാനുണ്ട്. 2 ചെറിയ ഐസ്ക്രീം ബൗളൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഐസ്ക്രീം ബോൾ നൂല് ചുറ്റി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ തന്നെ ആലോചിച്ചു, നേരത്തെ ഇരുന്നതും ഇപ്പോഴുള്ളതും നമ്മൾ എന്ത് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഐഡിയ പ്രകാരമാണ്. ഇതിൽ എന്തെങ്കിലും ബീഡ്സ് വർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗ്ലാസ് ഒട്ടിക്കുകയോ ചെറിയ ചെറിയ ഗ്ലാസ് പീസൊക്കെ കിട്ടും, അതൊക്കെ ഒട്ടിക്കുകയോ അങ്ങനെ എന്ത് വേണോ ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക് ആണെങ്കിൽ സ്ട്രൈറ്റ് ഒട്ടിച്ചൊക്കെ ചെയ്യാം. ഞാൻ അങ്ങനെ വേറെ വീഡിയോസ് ഒരിക്കൽ കൂടെ ചെയ്തേക്കാം. ഐസ്ക്രീം സ്റ്റിക്കിന്റെ ഐ തിങ്ക് ഞാനൊരു ഷോർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇത് നമുക്ക് 3 കൂടെ ഒരുമിച്ച് ഫിറ്റ് ചെയ്യാം. ഞാൻ അതിനെടുത്തിരിക്കുന്നത് 2 സൈഡ് സലാറ്റപ്പാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ.
അപ്പോൾ ഇത് അറ്റാച്ച് ആയി ഇരിക്കുമല്ലേ എന്നൊന്നും അറിയത്തില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉണ്ടോ, ഇരിക്കുമായിരിക്കുമല്ലേ, നോക്കി നോക്കാം. ഓക്കെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരിടത്ത് എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അതുപോലെ നമുക്ക് ഈ ഒരു ബൗളിൽ ഇവിടെയും ഇവിടെയായിട്ട് 2 സൈഡ് സെല്ലോ ടേപ്പ് ഒട്ടിക്കാം. നമുക്ക് 2 പീസ് വേണം, എടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് അളവ് കറക്റ്റായിട്ട് മെഷർമെന്റ് എടുത്തതിന് ശേഷം ഒന്ന് അറ്റാച്ച് ചെയ്യാം. ഇവിടെയാണ് നെക്സ്റ്റ്, ഇവിടെയാണ് ഒട്ടിക്കേണ്ടത്. അപ്പൊ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോ നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് ഒട്ടിക്കാൻ പറ്റത്തില്ല, ഈ ഭാഗത്ത് ഒട്ടിച്ച് ഇങ്ങനെ ചരിഞ്ഞിരിക്കും. അതുകൊണ്ട് ഇവിടെ മാത്രം ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറ്റാച്ച് ചെയ്താൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മുടെ മേക്കപ്പ് ഓർഗനൈസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇപ്പൊ നമ്മുടെ ഷെൽഫിലോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടേബിളിലൊക്കെ വയ്ക്കാന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഞാൻ സാധാരണ ഇതിലാണ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇടാറുള്ളത്. അപ്പോൾ താഴോട്ടൊക്കെ പോയി സാധനമല്ല. അപ്പോൾ ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ബ്രഷൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡ്രോയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ബ്രഷ് കുറേ കുട്ടി കുട്ടി ബ്രഷസ് ഒക്കെ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് ഇതിനെ സെറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് എല്ലാം കൂടെ ഇതിലോട്ട് ഇടാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക്, ലിപ് ലൈനർ ഇതെല്ലാം കൂടെ ഒരൊറ്റ ഇതിൽ ഇടാണ്. ബ്രഷും ചീപ്പും കൂടെ ഒരു ഇതിൽ സെറ്റ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ലിപ്സ്റ്റിക് ഒക്കെ ആണെങ്കിൽ ഇത് കുറേ ഷെയ്ഡ്സ് ഉണ്ട്. ഇപ്പൊ കണ്ടോ, ഇങ്ങനെ ഇടുന്നതിനേക്കാളും ബെറ്റർ അല്ലേ നമ്മളൊരു ഓർഗനൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ അറേഞ്ച് ചെയ്ത് അത് വെക്കാൻ പറ്റും. ഇതിലോട്ട് വലുതിലോട്ട് നമ്മുടെ സെറ്റിംഗ് സ്പ്രേ, ഇങ്ങനെ കോമ്പാക്റ്റ്, അങ്ങനെയുള്ള കുറച്ച് മേക്കപ്പ് ഐറ്റംസ് എല്ലാം കൂടെ അതിലോട്ട് വയ്ക്കാം. ലിപ്സ്റ്റിക്ക് തികയുന്നില്ല കേട്ടോ, സ്ഥലം തികയുന്നില്ല, വീണ്ടും ഉണ്ട്. അപ്പോ കഴിഞ്ഞിട്ടുണ്ട്. താഴോട്ടൊക്കെ ഞാൻ എടുത്തപ്പോഴത്തേക്കും താഴോട്ടൊക്കെ വീണായിരുന്നു. അപ്പോ ഇതെങ്ങനെയുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി മുതൽ എന്റെ ടേബിളിൽ ഞാൻ ഇങ്ങനെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾ ആ ബെൽ ഐക്കണോടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന നെക്സ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ എന്റെ മേക്കപ്പ് ഓർഗനൈസർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നാളെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, സീ യു.